അമ്മ എന്നെ നോക്കി പറഞ്ഞു. ഹിഡിമ്പി വരുന്നത് ശരിയല്ല. ജ്യേഷ്ഠൻ എൻ്റെ തോളിൽ കൈവച്ചു പറഞ്ഞു. ബ്രാഹ്മണരെ പോലെ അവർക്കിടയിൽ കഴിയേണ്ടവരാണ് നമ്മൾ. അപ്പോൾ എന്തോ പൊതിഞ്ഞു കെട്ടിക്കൊണ്ടിരുന്ന ഹിഡിമ്പി അത് നിർത്തിവെച്ച് അമ്മയെ നോക്കി. പിന്നെ എന്നെ തന്നെ നോക്കിയിരുന്നു. ഞാൻ അവളുടെ കണ്ണുകളെ നേരിടാനാവാതെ തിരിഞ്ഞു നിന്നു. അമ്മ എഴുന്നേറ്റ് അവളുടെ സമീപത്ത് ചെന്ന് ശിരസിൽ കൈവച്ചു പറഞ്ഞു. എൻ്റെ പുത്രവധുവായി ആദ്യം വന്നവളാണു നീ. നിനക്ക് സൽപുത്രൻ ഉണ്ടാവട്ടെ. എന്നും നിന്റെ സ്നേഹവും പരിചരണവും ഞാൻ ഓർമ്മിക്കും. പിന്നെ അമ്മ നടന്നു. ഞാൻ അവളുടെ മുന്നിൽ നിന്നു. നിനക്കായി, പിറക്കാൻ പോകുന്ന എൻ്റെ സന്തതിക്കായി ഒരടയാളമായി കൂടി വിലപിടിപ്പുള്ളതൊന്നും തരാനില്ലാത്ത ദരിദ്രനാണിപ്പോൾ ഭീമസേനൻ. എൻ്റെ പാദങ്ങൾ തൊട്ടു നമസ്കരിച്ച അവളെ എഴുന്നേൽപ്പിച്ച് ശിരസിൽ ചുണ്ടുകളമർത്തി വിട പറയാനുള്ള വാക്കുകൾ കിട്ടാതെ ഞാൻ നിന്നു. പിന്നെ നേർത്ത ഇരുട്ടിൽ അകന്നകന്നു പോകുന്ന രൂപങ്ങളുടെ ഒപ്പമെത്താൻ വേണ്ടി തിരക്കിട്ട് നടന്നു.